എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തത എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മൾക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനുവേണ്ടി ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് മിക്സഡ് ജാറാണ്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയും നാരങ്ങ വെള്ളയും തമ്മിൽ എന്താ ബന്ധമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം അത് വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളകാണെങ്കിൽ അതിൻ്റെ പകുതി ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തണുത്ത വെള്ളമാണ്. ഞാൻ ജാറിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ തണുത്ത വെള്ളത്തെ കൊണ്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം മിക്സിയിലൊന്ന് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് മെയിനായിട്ടുള്ളത് നാരങ്ങയുടെ ജ്യൂസാണ്. ആ നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് 3 നാരങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 3 വലിയ നാരങ്ങയായിരുന്നു. അപ്പം അതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ജ്യൂസ് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴും നമുക്ക് അതിനകത്തേക്ക് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ജ്യൂസ് കിട്ടുമേ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ജ്യൂസ് അതിനകത്ത് കിട്ടും നമുക്ക്. ഈ രീതിയിലൊന്ന് എടുത്തു കൊടുക്കുക. അപ്പം ആ നാരങ്ങയുടെ ബാക്കിയുള്ള ജ്യൂസെല്ലാം ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ആ ജ്യൂസെല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് മധുരം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും അതിനകത്തേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങ നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ വായിലൊക്കെ തടയും. അപ്പം ഇതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം അരിപ്പയിൽ അങ്ങ് വീണോളും. ഇത് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ഒന്ന് കളയാം. ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത ഈ ഒരു ജ്യൂസ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ സമയത്ത് തണുപ്പ് കൂടുതൽ വേണ്ടവർക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ തണുപ്പ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു നാരങ്ങ വെള്ളമാണ് ഇത്. നിങ്ങൾ ഇതുപോലെ അധികമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. തേങ്ങ ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളം ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി ഗസ്റ്റിനും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തപ്പം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് നമ്മൾ കാണുന്നത് പോലെയല്ല, കുടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ഇഞ്ചിയും പച്ചമുളകും ആ പുളി എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ രുചി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഒന്ന് എത്തിക്കുക. മക്കൾക്കും വീട്ടിലുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കുക. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.